ഷാർജയിൽ റോളിംഗ് ഫ്ലാറ്റിനുള്ളിൽ കൊല്ലം സ്വദേശിനിയായ അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. അതിനെ തുടർന്ന് പല വെളിപ്പെടുത്തലുകളും സ്വയം ന്യായീകരണവുമാണ് പ്രതിയായ സതീഷ് ശങ്കർ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പ്രതികരണം പറയുന്നത്. ഇപ്പോൾ ഇയാൾ കേസിനെ ബോധപൂർവം വഴിതെറ്റിക്കുവാനായി മറ്റു ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരിക്കുകയാണ്. അതുല്യയുടെ മരണം ആത്മഹത്യ അല്ല എന്നും അവളെ ആരോ കൊലപ്പെടുത്തിയതാണെന്നും അല്ലെങ്കിൽ അവൾക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നുള്ള വാർത്തയൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുല്യയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും ഒക്കെയാണ് ഇയാൾ സംശയിക്കുന്നത്. അതുല്യ ജോലിക്ക് പോകുവാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും താൻ തന്നെയാണ് ഒരുക്കി കൊടുത്തതെന്നും അയാൾ പറയുന്നു. അതുല്യയെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട് എന്ന് പറയുന്ന ഇയാൾ മരണത്തിന് തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും പറയുന്നു. വെള്ളിയാഴ്ച എന്നെ കുറേ തവണ വിളിച്ചിരുന്നു. ഞാനൊരു കോളും അറ്റൻഡ് ചെയ്തില്ല. അവസാനം വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ ഫാന് കാട്ടി ഞാൻ തൂങ്ങി മരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ തിരികെ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ കണ്ട കാഴ്ച 3 പേർ ചേർന്ന് പോലും നീക്കിയാൽ നീങ്ങാത്ത കട്ടിൽ ചരിഞ്ഞു കിടക്കുകയും അവൾ എൻ്റെ കൈലിൽ മേൽ തൂങ്ങി നിൽക്കുന്നതുമാണ് കണ്ടത്. ആരുടെയോ ഒരു കറുത്ത മാസ്ക് അരികിൽ കിടന്നതായി ഞാൻ കണ്ടിരുന്നു. ത്തിൽ ദുരൂഹതയുണ്ട്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അല്ലെങ്കിൽ അവൾക്കെന്തോ അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്തായാലും എനിക്ക് സത്യം എന്താണെന്ന് തന്നെ അറിയണം എന്നാണ് പ്രതിയായ സതീഷ് പറയുന്നത്. സംഭവം അന്വേഷിക്കുന്നതിനായിട്ട് 8 അംഗത്തെയാണ് നിയമിച്ചിരിക്കുന്നത്. ചവറ തെക്കുഭാഗം SHOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കരുനാഗപ്പള്ളി AISP മേൽനോട്ടം വഹിക്കുന്നു. ഭർത്താവിന്റെ ക്രൂരത ചിത്രീകരിച്ച ഫോൺ കണ്ടെത്തുമെന്നും സതീശനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു എന്നുമാണ് പോലീസ് പറയുന്നത്. അതുല്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ഷാർജ പോലീസിന് വിവരം അറിയിച്ചിരിക്കുന്നു. ഇവർ താമസിച്ച ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അന്വേഷണം നടത്തുകയും അതേസമയം ഷാർജയിലെ ആദ്യത്തെ ജോലിസ്ഥലമായ ഇയാൾ വർക്ക് ചെയ്ത കമ്പനിയിൽ ഒരുപാട് തവണ മദ്യപിച്ച് ലഹരിക്കടിമപ്പെട്ട് അദ്ദേഹം ഒരുപാട് അഴുക്ക പ്രവൃത്തികൾ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ആ കമ്പനിയിലുള്ളവർ ഒരുപാട് തവണ താക്കീത് കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് ഒരുപാട് ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ഇദ്ദേഹത്തിന് കൊലപാതക കുറ്റത്തിനു പുറമെ സ്ത്രീധന പീഡനവും കൈകൊണ്ടും ആയുധം കൊണ്ടും ഒരുപാട് തവണ ഉപദ്രവിച്ചതിനുള്ള ശരീരത്തിൽ മാരകമായ പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് 6ഓളം കുറ്റകൃത്യങ്ങൾ ചെയ്തതിനായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. 6ഓളം വകുപ്പുകളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. മാത്രവുമല്ല അതുല്യയുടെ കൂട്ടുകാരികൾ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് വീഡിയോസും ഒരുപാട് വോയിസ് ക്ലിപ്പുകളും പുറത്തുവിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ അതിക്രൂരമായ പീഡനങ്ങളും അതിനെക്കുറിച്ചും അതുല്യ അവരോട് പറഞ്ഞ വാർത്തയും ഒക്കെ ഇപ്പോൾ കൂട്ടുകാരികൾ പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. കാത്തിരുന്ന് കാണാം.